ഒരു പ്രാവശ്യം കൂടെ യാത്ര പറയുന്നതിന് ഈശോ കൃഷിക്കാരുടെ അടുക്കിലേക്ക് പോകുന്നു. അപ്പോൾ എൻഡോറിലെ ജോൺ ഈശോയോട് രഹസ്യമായി പറയുന്നു, ഗുരുവേ, യൂദാസ് വന്നിട്ടുണ്ട്. അത് സാരമില്ല, ഇവരെ വണ്ടിയിലേക്ക് കയറ്റൂ, പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക. ആളുകളെല്ലാം സാവധാനത്തിൽ പിരിഞ്ഞു പോയി തുടങ്ങി. പലരും ലാസറസിനോട് സംസാരിക്കുന്നുണ്ട്. ഈശോ കൃഷിക്കാരെ യാത്രയാക്കിയ ശേഷം തിരിച്ചു വരുമ്പോൾ ലാസറസ് ഈശോയോട് പറയുന്നു, ഗുരുവേ, പോകുന്നതിന് മുൻപ് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. ബദനിയിലെ ആളുകളുടെ ഹൃദയ അഭിലാഷമാണിത്. നേരം ഇരുട്ടി തുടങ്ങി. എന്നാലും ശാന്തമായ രാത്രി. വൈക്കോൽ നിരത്തിയിരിക്കുന്നതിൻ്റെ മീതെ നിങ്ങൾ ഇരുന്നു കൊള്ളാമെങ്കിൽ ഈ പ്രിയപ്പെട്ട പട്ടണം വിട്ടു പോകുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോട് സംസാരിക്കാം. അല്ലെങ്കിൽ നാളെ രാവിലെ നമുക്ക് ഒരുമിച്ച് കൂടാം. കാരണം യാത്ര പറയാനുള്ള സമയമായിരിക്കുന്നു. സ്വല്പം കഴിഞ്ഞിട്ട് ഇന്ന് രാത്രിയിൽ തന്നെ എല്ലാവരും ഒരുമിച്ച് വിളിച്ചു പറയണം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ പോയിക്കൊള്ളൂ. 1-ാം യാമത്തിൻ്റെ പകുതി കഴിയുമ്പോൾ നിങ്ങളോട് ഞാൻ സംസാരിക്കാം. ക്ഷീണം വകവയ്ക്കാതെ ഈശോ ഒരു പുൽത്തകിടിയിലേക്ക് പോകുന്നു. പുല്ലു വെട്ടിയത് ഈ ദിവസങ്ങളിലായതുകൊണ്ട് ഉണങ്ങാൻ നിരത്തിയ പുല്ല് നല്ല സൗരഭ്യമുള്ള ഒരു പരവതാനിയായിട്ടുണ്ട്. സൂര്യൻ അസ്തമിക്കുന്നു. അവസാനം കതിരുകളും മറഞ്ഞു. ചീവടുകൾ അവയുടെ സംഗീതം ആരംഭിക്കുകയായി. ഈശോയുടെ കൂടെ അപ്പസ്തോലന്മാർ, മേരിമാർ, മാർത്ത, ലാസറസും വീട്ടിലുള്ളവരും, ഐസക്കും ശിഷ്യരും, ബെഥനിയിലെ എല്ലാ ആളുകളും. ഇങ്ങനെ ഒരു സംഘമുണ്ട്. ഭൃത്യരുടെ ഗണത്തിൽ ആ വൃദ്ധനും സ്ത്രീയുമുണ്ട്. സുവിശേഷ ഭാഗ്യങ്ങളുടെ മലയിൽ വെച്ച ജീവിതത്തിന് അഭയം ലഭിച്ച ഭാഗ്യശാലികൾ. കരഞ്ഞുകൊണ്ട് ഈശോയുടെ കരം ചുംബിക്കുന്ന വയോധികനെ അനുഗ്രഹിക്കാൻ ഈശോ നിൽക്കുന്നു. ഈശോയുടെ അടുത്ത് ചേർന്ന് നടക്കുന്ന ബാലനെ തലോടിക്കൊണ്ട് അയാൾ പറയുന്നു, അവനെ എപ്പോഴും അനുഗമിക്കാൻ കഴിയുന്ന സന്തോഷവാനാണ്. നീ നല്ലവനായിരിക്കണം, നീ ശ്രദ്ധയുള്ളവനായിരിക്കണം മകനെ, നീ വലിയ ഭാഗ്യവാനാണ്, തീർച്ചയായും ഭാഗ്യവാൻ. നിന്റെ തലയ്ക്കുമീതെ ഒരു മുടി നിൽക്കുന്നുണ്ട്, നീ അനുഗ്രഹീതനാണ്. എല്ലാവരും ശരിക്കിരുന്നു കഴിഞ്ഞപ്പോൾ ഈശോ സംസാരിക്കാൻ തുടങ്ങി. രാജ്യത്തിൽ സ്വീകരിക്കപ്പെടുന്നതിന് അല്പം അറിവ് മതി എന്നവരെ ബോധ്യപ്പെടുത്തണമായിരുന്നു. സന്മനസ്സുണ്ടെങ്കിൽ അറിയാവുന്ന അല്പസത്യത്തിന്മേൽ ഉറപ്പിച്ച് അധ്വാനിക്കും. അത് മതിയെന്ന് വിദൂര സ്ഥലത്തേക്ക് തിരിച്ചുപോയ എൻ്റെ സ്നേഹിതരെ പറഞ്ഞു മനസ്സിലാക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ഇനി നിങ്ങളോട് സംസാരിക്കാം. നിങ്ങൾ അവരെക്കാൾ വളരെ സന്തോഷമുള്ളവരാണ്. കാരണം നിങ്ങളുടെ സാമ്പത്തിക ചുറ്റുപാടുകൾ മെച്ചമാണ്. നിങ്ങൾക്ക് വചനം ശ്രവിക്കാൻ കൂടുതൽ അവസരം ലഭിച്ചിരിക്കുന്നു. അവർക്കാണെങ്കിൽ എൻ്റെ സ്നേഹം ചിന്ത വഴി മാത്രമേ പകരാൻ കഴിയൂ. ഇവിടെ എൻ്റെ സ്നേഹം വാക്കിലൂടെയും നൽകാൻ എനിക്ക് സാധിക്കുന്നു. അതിനാൽ ഭൂമിയിലും സ്വർഗത്തിലും നിങ്ങൾ കൂടുതൽ ശക്തരായി പരിഗണിക്കപ്പെടും. കാരണം അധികം ലഭിച്ചവരിൽ നിന്ന് അധികം ആവശ്യപ്പെടും. തങ്ങളുടേതായ കാരാഗ്രഹത്തിലേക്ക് തിരിച്ചു പോകുന്ന എൻ്റെ ദരിദ്രരായ സ്നേഹിതർക്ക് ഒരു തരത്തിലും ക്ഷേമമില്ല. നേരെ മറിച്ച് ഏറ്റവും വലിയ സങ്കടങ്ങളുണ്ട്. അതിനാൽ അവർക്ക് ലഭിക്കുന്നത് നന്മ വരുമെന്നുള്ള വാഗ്ദാനങ്ങൾ മാത്രമാണ്. അതിൽ കവിഞ്ഞുള്ളതെല്ലാം കഴമ്പില്ലാത്തതായിരിക്കാം. ഞാൻ ഗൗരവമായി പറയുന്നു, അവരുടെ ജീവിതം പരിഹാരത്തിൻ്റെയും വിശുദ്ധിയുടെയും ജീവിതമാണ്. വേറൊന്നും അവരുടെ മേൽ ചുമത്തേണ്ട കാര്യമില്ല. വീണ്ടും ഞാൻ ഗൗരവത്തിൽ തന്നെ പറയുന്നു, ബുദ്ധിമതികളായ കന്യകളുടേതുപോലെ തന്നെ അവരുടെ വിളക്കുകൾ അണയാൻ അവർ സമ്മതിക്കുകയില്ല. അവർക്കത് അണച്ചുകൂടെ? പാടില്ല. തങ്ങളുടെ വിളക്കിൻ്റെ പ്രകാശമാണ് അവരുടെ ഏക സമ്പത്ത്. അത് കൊടുക്കുവാൻ പറ്റുകയില്ല. ഞാൻ ഗൗരവമായി പറയുന്നു, ഞാൻ പിതാവിലായിരിക്കുന്നത് എങ്ങനെയോ അതുപോലെ ദരിദ്രരായവർ ദൈവത്തിൻ തന്നെയാണ്. അതുകൊണ്ടാണ് ദൈവവചനമാവുന്ന ഞാൻ ദരിദ്രരുടെ ഇടയിലിരിക്കുമ്പോൾ ഞാൻ പിതാവിനോട് കൂടുതൽ അടുത്തിരിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നത്. ദരിദ്രരിൽ ഏറ്റവും നിസ്സാരനെ പോലും പിതാവ് സ്നേഹിക്കുന്നു. അവരും തങ്ങളുടെ സർവശക്തിയും ഉപയോഗിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നു. സമ്പന്നന്മാർക്ക് ധാരാളം കാര്യങ്ങളുണ്ട്, ദരിദ്രർക്ക് ദൈവം മാത്രമേ ഉള്ളൂ. സമ്പന്നർക്ക് സ്നേഹിതരുണ്ട്, ദരിദ്രർക്ക് സ്നേഹിതരില്ല. അവർ തനിയെയാണ്. സമ്പന്നർക്ക് ധാരാളം സുഖസൗകര്യങ്ങളുണ്ട്, ദരിദ്രർക്ക് അതൊന്നും തന്നെ ഇല്ല. സമ്പന്നർക്ക് ശ്രദ്ധ ചെലുത്തേണ്ട നാനാവിധ വ്യഗ്രതകളുണ്ട്, ദരിദ്രർക്ക് അവരുടെ ജോലി മാത്രമേ ശ്രദ്ധിക്കേണ്ടതായുള്ളൂ. പണമുള്ളത് കൊണ്ട് സമ്പന്നർക്ക് എല്ലാം എളുപ്പമാണ്. പട്ടിണിയും രോഗവും മരണവും ഉണ്ടായേക്കുമോ എന്നുള്ള നിരന്തരമായ ഭയം അവരുടെ ജീവിതത്തിൻ്റെ കുരിശാണ്. എന്നാൽ ദരിദ്രർക്ക് ദൈവമുണ്ട്, അവരുടെ സ്നേഹിതൻ.
ആശ്വാസദായകൻ സ്വർഗീയ പ്രതീക്ഷയാൽ ഹൃദയത്തെ നിറച്ച് അനുദിന വേദനകളിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്നവൻ. ഇപ്രകാരം അവർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിവ് നൽകുന്നവൻ. പിതാവേ, അങ്ങേ കാരുണ്യത്താൽ ഞങ്ങളെ താങ്ങിക്കൊള്ളണമേ എന്നവർ ദരിദ്രരായതുകൊണ്ട്, എളിമയുള്ളവരായതുകൊണ്ട്, സഹായത്തിനാരും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ അവർക്കറിയാം. എൻ്റെ സ്നേഹിതനായ ലാസറസിൻ്റെ പുരയിടത്ത് നിന്ന് ഇങ്ങനെ പറയുന്നത് വിചിത്രമായിരിക്കുന്നുവെന്ന് തോന്നിയേക്കാം. അവൻ ധനികനാണെങ്കിലും എൻ്റെയും ദൈവത്തിൻ്റെയും സ്നേഹിതനാണ്. സാധാരണ ധനവാന്മാരിൽ നിന്ന് ലാസറസ് വ്യത്യസ്തനാണ്. ഭൂമിയിൽ കണ്ടെത്തുവാൻ ബുദ്ധിമുട്ടുള്ള ആ പുണ്യം ലാസറസ് അഭ്യസിച്ചിട്ടുണ്ട്. ഈ പുണ്യം മറ്റുള്ളവരുടെ ഉപദേശം കൊണ്ട് അഭ്യസിക്കാൻ സാധ്യത കുറവാണ്. അതായത് സ്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന പുണ്യം. ലാസറസ് നീതിമാനാകുന്നു. അവന് ഈ പ്രസംഗം കൊണ്ട് വിഷമമില്ല. അവന് വിഷമം ഉണ്ടാകാത്തതിന് കാരണം ലാസറസിനറിയാം താൻ സമ്പന്നനായ ദരിദ്രനാണെന്ന്. പരോക്ഷമായ എൻ്റെ കുറ്റപ്പെടുത്തൽ അയാളെ വേദനിപ്പിക്കുകയില്ല. തന്നെയുമല്ല, വലിയ ആളുകളുടെ ലോകം ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണെന്ന് അയാൾക്കറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഞാൻ പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത് ഇതാണ്: ദരിദ്രനായവന് ദൈവത്തിലായിരിക്കുക എന്നത് സമ്പത്തുള്ളവനേക്കാൾ വളരെ എളുപ്പമാണ്. എൻ്റെയും നിങ്ങളുടെയും പിതാവിൻ്റെ ഭവനത്തിൽ സ്വർഗത്തിൽ അനേകം ഇരിപ്പിടങ്ങളിൽ ഇരിക്കുന്നത് ഭൂമിയിൽ മനുഷ്യർ ചവിട്ടി നടക്കുന്ന പൊടി പോലെ നികൃഷ്ടരായി നിന്ദിതരായി കഴിഞ്ഞിരുന്ന അനേകരായിരിക്കും. ദരിദ്രർ ദൈവവചനം വിലയേറിയ മുത്തുകൾ എന്ന പോലെ തങ്ങളുടെ ഹൃദയത്തിൽ കാത്തുസൂക്ഷിക്കുന്നു. അവരുടെ ഏകനിധി അതുമാത്രമാണ്. വിലയേറിയ ഒരു സാധനം മാത്രം ഉള്ളവൻ അത് ജാഗ്രതയോടെ കാത്തുസൂക്ഷിക്കും. വിലയേറിയ ധാരാളം സാധനങ്ങൾ ഉള്ളവൻ അഹങ്കാരിയും വിഷയാസക്തി ഉള്ളവനും അലസനും ശ്രദ്ധയില്ലാത്തവനും ആയിരിക്കും. അതുകൊണ്ടാണ് ദൈവം നൽകുന്ന ദാനത്തെ എളിയ കണ്ണുകൾ കൊണ്ട് കാണാനും വിലമതിക്കാനും കഴിയാത്തത്. തന്നെയുമല്ല, നശ്വരമായ ഈ ലോകത്തിൻ്റെ നന്മകളുമായി ഇതിനെ കൂട്ടിക്കൊഴിച്ച് ഇങ്ങനെ പറയും: എന്നെപ്പോലെ തന്നെയുള്ള ഒരു മനുഷ്യൻ പറയുന്നത് സ്വീകരിക്കുന്നത് എൻ്റെ ഔദാര്യം കൊണ്ടാണ്. അതിസ്വാഭാവികമായവനെ രുചിച്ചറിയാനുള്ള കഴിവ് സ്വന്തം ജഡികാസക്തി നിമിത്തം ദുർബലമാക്കുകയും ചെയ്യും. ജഡത്തിൻ്റെ ശക്തമായ രുചി, അതെ, അതിൻ്റെ ദുർഗന്ധവും പഴുത്ത പോലുള്ള ചുവയും മറച്ചു കളയത്തക്ക രുചി എന്ന് ഞാൻ പറയും. എന്നാൽ ശ്രദ്ധിച്ചു കേൾക്കൂ. ലോകത്തിലെ വ്യഗ്രതകളും സമ്പത്തും ജഡിക ആനന്ദങ്ങളും എല്ലാം സ്വർഗരാജ്യ പ്രവേശത്തിന് എങ്ങനെ തടസ്സമാകുന്നുവെന്ന് നിങ്ങൾക്ക് കൂടുതലായി മനസ്സിലാക്കും. ഒരിക്കൽ ഒരു രാജാവ് സ്വന്തം മകൻ്റെ വിവാഹം ആഘോഷിച്ചു. കൊട്ടാരത്തിലെ വിരുന്നു സൽക്കാരങ്ങൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഏകപുത്രൻ്റെ വിവാഹം. അവന് പ്രായപൂർത്തിയായി വിവാഹ വാഗ്ദാനം ചെയ്തിരുന്ന പ്രിയവധുവിനെ വിവാഹം ചെയ്യാൻ പോകുന്നു. മകൻ്റെ സന്തോഷത്തിന് ഒരു കുറവും വരരുതെന്ന് പ്രിയ പിതാവ് ആഗ്രഹിച്ചു. വിവിധ ആഘോഷ പരിപാടികളിൽ ഒന്ന് വമ്പിച്ച ഒരു വിരുന്നായിരുന്നു. എല്ലാത്തരം വിഭവങ്ങളും ഒരുക്കുന്ന കാര്യത്തിൽ ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിച്ച് അത് കൃത്യസമയത്ത് നടത്താൻ ഒരുക്കങ്ങൾ ചെയ്തു. നേരത്തെ തന്നെ ഭൃത്യന്മാരെ അയച്ച് സ്നേഹിതരെയും ബന്ധുക്കളെയും രാജ്യത്തിലെ പ്രധാനികളെയും ക്ഷണിച്ചു. വിവാഹത്തിന് നിശ്ചയിച്ചിരിക്കുന്ന കൃത്യസമയം അറിയിക്കുകയും മകന് അനുയോജ്യമായ അകമ്പടി ആക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയും ചെയ്തു. എന്നാൽ സ്നേഹിതരും അയൽവാസികളും പ്രധാനികളും ക്ഷണം സ്വീകരിച്ചില്ല. എന്നാൽ ആദ്യം അയച്ച ഭൃത്യന്മാർ വേണ്ടവിധം പറയാതിരുന്നിട്ടായിരിക്കുമെന്ന് വിചാരിച്ച് രാജാവ് വീണ്ടും ഭൃത്യന്മാരെ അയച്ചു. എല്ലാം തയ്യാറാക്കിയിരിക്കുന്നു, ദയവായി വരിക. വിരുന്നുമേശ ഒരുക്കിക്കഴിഞ്ഞു. വിശേഷതരം വീഞ്ഞുകൾ വരുത്തിയിട്ടുണ്ട്. കാളകളെയും കൊഴുത്ത മറ്റു കാലികളെയും കൊന്ന് പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സ്ത്രീകൾ റൊട്ടിയും വിശേഷപ്പെട്ട പലഹാരങ്ങളും ഉണ്ടാക്കാൻ മാവ് കുഴക്കുകയും ബദാം പൊടിക്കുകയും മസാലകൾ തയ്യാറാക്കുകയും ചെയ്യുന്നു. ഏറ്റവും പ്രസിദ്ധരായ നൃത്തക്കാരും വാദ്യക്കാരും വരാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതിനാൽ വരൂ, നിങ്ങൾ വന്നില്ലെങ്കിൽ എല്ലാം നിഷ്ഫലമായി പോകും. എന്നാൽ സ്നേഹിതരും സൗഖ്യത്തിലുള്ളവരും പ്രമാണികളും ക്ഷണം നിരസിക്കുകയും ഇങ്ങനെ പറയുകയെല്ലാമാണ് ചെയ്തത്: ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. ചിലർ ക്ഷണം സ്വീകരിച്ചതുപോലെ അഭിനയിച്ചു. എന്നിട്ട് അവരവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചു. ചിലർ വയലിലേക്ക് പോയി, ചിലർ കച്ചവട സ്ഥലത്തേക്കും വേറെ ചിലർ ഇത്രയും ശ്രേഷ്ഠമല്ലാത്ത കാര്യങ്ങളിലും ഏർപ്പെട്ടു. എന്നാൽ ചില ആളുകൾ ഭൃത്യന്മാരുടെ നിർബന്ധം കേട്ട് സഹികെട്ട് അവരിൽ ചിലരെ പിടിച്ചു കൊന്നു. കാരണം ഭൃത്യന്മാരിൽ ചിലർ ഇങ്ങനെ പറഞ്ഞു: രാജാവിൻ്റെ ക്ഷണം നിരസിക്കരുത്, നിരസിച്ചാൽ നിങ്ങൾക്ക് വിഷമമുണ്ടാകാൻ സാധ്യതയുണ്ട്.
സ്ഥിതിഗതികൾ ഭൃത്യന്മാർ തിരിച്ചു ചെന്ന് രാജാവിനെ അറിയിച്ചു. കോപം പൂണ്ട രാജാവ് പടയാളികളെ അയച്ച് കൊലയാളികൾക്ക് നല്ല ശിക്ഷ കൊടുപ്പിച്ചു. ക്ഷണം സ്വീകരിക്കാതെ നിന്ദ കാണിച്ചവരെയും പ്രഹരമേൽപ്പിച്ചു. വിവാഹത്തിൽ പങ്കുകൊള്ളാമെന്ന് വാക്കുകൊടുത്തവർക്ക് സമ്മാനങ്ങൾ കൊടുക്കാനും രാജാവ് നിശ്ചയിച്ചു. എന്നാൽ ആഘോഷം നിശ്ചയിച്ചിരുന്ന സമയത്ത് വിവാഹത്തിൻ്റെ തലേദിവസം വൈകിട്ട് ഒരാൾ പോലും എത്തിയില്ല. രാജാവിന് കടുത്ത അമർഷം തോന്നി. ഭൃത്യരെ വിളിച്ച് അദ്ദേഹം പറഞ്ഞു, വിവാഹത്തിൻ്റെ തലേ രാത്രിയിൽ എൻ്റെ മകന് സ്വാഗതം അരുളാൻ ആളില്ലാതെ വരാൻ ഒരു വിധത്തിലും സാധ്യമല്ല. വിരുന്ന് തയ്യാറായിരിക്കുന്നു. എന്നാൽ ക്ഷണിക്കപ്പെട്ട ഒരുത്തർക്കും അതിൽ പങ്കെടുക്കുവാൻ അർഹതയില്ല. എന്നാൽ തന്നെ എൻ്റെ പുത്രൻ്റെ വിവാഹ വിരുന്ന് നടത്തണമല്ലോ. അതുകൊണ്ട് നിങ്ങൾ ചന്തയിലേക്കും തെരുവുകളിലേക്കും നാൽക്കവലകളിലേക്കും പോയി കാണുന്നവരെയെല്ലാം ക്ഷണിക്കും. അവിടെ നിൽക്കുന്ന എല്ലാവരെയും വിളിച്ചു കൂട്ടുക. വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറയട്ടെ, ആഹ്ലാദിക്കുന്ന ആളുകളെ കൊണ്ട് നിറയട്ടെ. ഭൃത്യന്മാർ പോയി തെരുവുകളിലേക്കും കവലകളിലേക്കും ചന്തസ്ഥലത്തേക്കും എല്ലാം പോയി ആളുകളെ സ്വീകരിച്ചു. നല്ലവരും മോശമായിട്ടുള്ളവരും പണക്കാരും പാവപ്പെട്ടവരും എല്ലാം ആ ഗണത്തിലുണ്ടായിരുന്നു. എല്ലാവരെയും കൊട്ടാരത്തിലേക്ക് കയറ്റി വിരുന്നുശാലയിൽ പ്രവേശിക്കുന്നതിന് ആവശ്യമായി വരുന്നവരെയെല്ലാം കൊടുത്തു. അവസാനം അവരെ വിരുന്നുശാലയിലേക്ക് ആനയിച്ചു. രാജാവ് ആഗ്രഹിച്ചതുപോലെ ആഹ്ലാദഭരിതരായ ആളുകളെ കൊണ്ട് വിവാഹ വിരുന്നുശാല നിറഞ്ഞു. സദ്യ ആരംഭിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ രാജാവ് വിരുന്നുശാലയിലേക്ക് ചെന്നു. അപ്പോഴതാ ഒരു മനുഷ്യൻ ഭൃത്യന്മാർ വേണ്ടതെല്ലാം കൊടുക്കുമായിരുന്നിട്ടും വിവാഹവസ്ത്രം ധരിക്കാതെ ഇരിക്കുന്നു. രാജാവ് അയാളോട് ചോദിച്ചു, വിവാഹവസ്ത്രം കൂടാതെ നീ എങ്ങനെ വിരുന്നുശാലയിൽ പ്രവേശിച്ചു? എന്തു മറുപടി പറയണമെന്ന് അയാൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. കാരണം ഒരു ന്യായവും പറയാനില്ല. അപ്പോൾ ഭൃത്യന്മാരെ വിളിച്ച് രാജാവ് പറഞ്ഞു, ഈ മനുഷ്യനെ പുറത്തു കൊണ്ടുപോയി കൈകാലുകൾ ബന്ധിച്ച് കഠിന തണുപ്പുള്ള ഇരുട്ടുകുഴിയിലെ ചെടിയിലേക്ക് എറിയുക. അവിടെ കരഞ്ഞും പല്ലു കടിച്ചും അവൻ കഴിയട്ടെ. അവൻ്റെ നന്ദിഹീനതയ്ക്ക് അർഹമായത് ലഭിക്കട്ടെ. മലിനമായ അവൻ്റെ വസ്ത്രത്തോടുകൂടി വിരുന്നുശാലയിൽ പ്രവേശിച്ചതുവഴി അവൻ എന്നേക്കാൾ കൂടുതലായി എൻ്റെ പുത്രനെയും അവഹേളിച്ചിരിക്കുന്നു. എൻ്റെ പുത്രനും വിരുന്നുശാലയ്ക്കും യോജിക്കാത്തതൊന്നും അവിടെ പ്രവേശിക്കാൻ പാടില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ ലൗകികമായ വ്യഗ്രതകൾ, അത്യാഗ്രഹം, ജഡികാസക്തി, ക്രൂരത എന്നിവ രാജാവിൻ്റെ കോപം വിളിച്ചു വരുത്തുന്നു. ഈ ദുർഗുണങ്ങളുടെ സന്തതികൾ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകാൻ ഒരിക്കലും താല്പര്യം കാണിക്കുകയില്ല. അതുപോലെ തന്നെ പുത്രനു വേണ്ടി ക്ഷണിക്കപ്പെട്ട ചിലരെല്ലാം ശിക്ഷിക്കപ്പെടാനിടയായതും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദൈവം തൻ്റെ വചനത്തെ നൽകിയ എത്രയധികം ആളുകൾ ഈ കാലത്ത് ഈ നാട്ടിലുണ്ട്. ദൈവം ബന്ധുക്കളെയും മിത്രങ്ങളെയും വലിയ ആളുകളെയും തൻ്റെ ഭൃത്യന്മാർ വഴി ക്ഷണിച്ചിരിക്കുന്നു. ഇനിയും ക്ഷണിക്കും. എൻ്റെ വിവാഹം അടുക്കുമ്പോൾ കൂടുതൽ ശക്തിയായി ക്ഷണിക്കും. എന്നാൽ അവർ ഈ ക്ഷണം സ്വീകരിക്കുകയില്ല. കാരണം അവർ ആത്മാർത്ഥതയില്ലാത്ത ബന്ധുക്കളാണ്, കപട സ്നേഹിതരാണ്. വലിയവരെന്ന് ഭാവം മാത്രമേ പ്രമാണികൾക്കുള്ളൂ. അവർ എല്ലാം അധമന്മാരാണ്. ഈശോയുടെ സ്വരം ഉയർന്നു വരുന്നു. 2 രത്നങ്ങൾ പോലെ കണ്ണുകൾ പ്രകാശിക്കുന്നു. ചന്ദ്രികയില്ലാത്ത രാത്രിയായതുകൊണ്ട് ഈശോയുടെയും ശ്രോതാക്കളുടെയും ഇടയ്ക്കുള്ള സ്ഥലത്ത് തീ കത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രകാശത്തിൽ ആ കണ്ണുകൾ വെട്ടിത്തിളങ്ങുന്നു. അതെ, അവർ അധമന്മാരാണ്. രാജാവിൻ്റെ ക്ഷണം ഒരു ബഹുമതിയാണെന്നും അത് സ്വീകരിക്കേണ്ടത് അവരുടെ കടമയാണെന്നും വിചാരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം അവർ അധമന്മാരായത് തന്നെ. അഹങ്കാരവും ധാർഷ്ട്യവും ജഡികാസക്തിയും ഒരു ഭിത്തി പോലെ അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നു. ദുഷ്ടരായതിനാൽ അവർ എന്നെ വെറുക്കുകയാണ്. അതിനാൽ എൻ്റെ വിവാഹ വിരുന്നിൽ സംബന്ധിക്കുവാൻ വരികയില്ല. വരാൻ അവർക്കിഷ്ടമില്ല. അവർക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് അവരുടെ ദുഷിച്ച തന്ത്രങ്ങളും അതിലും മലിനമായ പണവും ഏറ്റവും മലിനമായിട്ടുള്ളത് ജഡികാസക്തിയുമാണ്. അവർ ഇഷ്ടപ്പെടുന്നത് ദ്രോഹപരമായ കണക്കുകൂട്ടലുകളും ഗൂഢതന്ത്രങ്ങളും കെണികളും കുറ്റകൃത്യങ്ങളുമാണ്. ദൈവനാമത്തിൽ അവയെയെല്ലാം ഞാൻ കുറ്റം വിധിക്കുന്നു. തന്നിമിത്തം ഇങ്ങനെ സംസാരിക്കുന്ന സ്വരത്തെയും അവർ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന വിരുന്നിനെയും അവർ വെറുക്കുകയാണ്. ദൈവത്തിൻ്റെ ഭൃത്യരെ കൊല്ലുന്ന അവരെ ഈ ജനത്തിൻ്റെ ഇടയിലാണ് അന്വേഷിക്കേണ്ടത്. ഇക്കാലം വരെയും ഭൃത്യന്മാരായി വന്നത് പ്രവാചകന്മാരാണ്. ഇനി മുതൽ എൻ്റെ ശിഷ്യരായിരിക്കും ദൈവത്തിൻ്റെ ഭൃത്യന്മാർ. ശരി, ഞങ്ങൾ വരാം എന്ന് പറയുകയും ഒരു കാലത്ത് വരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മനസ്സിൽ ചിന്തിക്കുകയും
അങ്ങനെ ദൈവത്തെ കബളിപ്പിക്കാൻ തുനിയുകയും ചെയ്യുന്നവർ ഈ ജനത്തിലുണ്ട്. ഇസ്രയേലിൽ ഇത്തരക്കാരെല്ലാം ഉണ്ട്. സ്വർഗീയ രാജാവ് അപ്പോൾ തൻ്റെ ഭൃത്യരെ നാൽക്കവലുകളിലേക്ക് അയക്കും. സ്നേഹിതരും ബന്ധുക്കളും ഉന്നതന്മാരുമായവരുടെ പക്കലേക്കല്ല, പിന്നെയോ വഴിയെ പോകുന്ന ആളുകളുടെ പക്കലേക്ക്. പുത്രന് അനുയോജ്യമായ ഒരു വിവാഹ ആഘോഷം നടത്തുന്നതിന് ആളുകൾ വേണമല്ലോ. എന്നിലൂടെ പുത്രനും ദാസനുമായ എന്നിലൂടെ ആളുകളെ വിളിച്ചുകൂട്ടാൻ തുടങ്ങിക്കഴിഞ്ഞു. പെരുവഴിയിലുള്ളവർ അവർ ആരായിരുന്നാലും വരും. അവർ വന്ന് തുടങ്ങിക്കഴിഞ്ഞു. സ്വയം ശുദ്ധി വരുത്തി വൃത്തിയായിട്ടുള്ള വസ്ത്രം ധരിച്ച് വിവാഹവിരുന്നിൽ പങ്കെടുക്കാൻ ഞാൻ അവരെ സഹായിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഈ ധാരാളതയെ ദുരുപയോഗിക്കുന്ന ചില ആളുകൾ കാണും. ദൈവം അവന് പരിമള തൈലവും രാജകീയ വസ്ത്രങ്ങളും നൽകുന്നത് അവൻ യഥാർത്ഥത്തിൽ ആയിരിക്കുന്നതിനേക്കാൾ വലിയവനായി കാണപ്പെടുന്നതിനാണ്. സമ്പന്നനും വിവാഹവിരുന്നിൽ പങ്കെടുക്കാൻ അർഹതയുള്ളവനും ആകേണ്ടതിനാണ് അത് നൽകുന്നത്. എന്നാൽ ഈ ധാരാളതയെ ഏറ്റവും ഹീനമായ കാര്യങ്ങൾക്കായി അവർ ഉപയോഗപ്പെടുത്തുന്നു. അതായത് അത് വിറ്റ് ലാഭമുണ്ടാക്കാൻ ശ്രമിക്കും. ദുഷ്ടത നിറഞ്ഞ ആത്മാവ് എല്ലാ തിന്മകളുടെയും സമ്മിശ്രമാകുന്ന നീരാളിയുടെ മനം പുരട്ടുന്ന ആശ്രയത്തിൽ അമർന്നിരിക്കുകയാണ്. അനീതിയായ ലാഭമുണ്ടാക്കാനായി അവൻ ലഭിച്ച പരിമള തൈലവും വിശേഷപ്പെട്ട വസ്ത്രങ്ങളും അവൻ വിൽക്കും. പുത്രൻ്റെ വിവാഹവിരുന്നിന് അവ ഉപയോഗിക്കുകയില്ല. എന്നാൽ സാത്താനുമായുള്ള വിവാഹത്തിന് അത് ഉപയോഗിക്കും. ഈ പറഞ്ഞതെല്ലാം സംഭവിക്കും. കാരണം വിളിക്കപ്പെടുന്നത് അനേകരാണ്. എന്നാൽ തങ്ങളുടെ വിളിയിൽ വിശ്വസ്തരായി നിലനിൽക്കാൻ അറിയുന്ന കുറച്ചുപേർ മാത്രമേ തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ. എന്നാൽ ദുഷ്ടന്മാർക്ക് സംഭവിക്കാൻ പോകുന്നത് ഇതാണ്: ജീവിക്കുന്ന പോഷണം ഉപേക്ഷിച്ച് ചീഞ്ഞഴുകിയ ഭക്ഷണം തേടിപ്പോകുന്ന ചെന്നായ്ക്കൾ ശിക്ഷിക്കപ്പെടും. അവർ വിരുന്നുശാലയിൽ നിന്ന് പുറത്തേക്ക് എറിയപ്പെടും, ചെളി നിറഞ്ഞ ഇരുട്ടുകുഴിയിലേക്ക്. സാത്താൻ ദുഷ്ടതയോടെ പല്ലിളിച്ച് കാട്ടിക്കൊണ്ടിരിക്കുന്ന നിത്യമായ ശിക്ഷയുടെ കുളത്തിലേക്ക് എറിയപ്പെടും. ഒരാത്മാവിൻ്റെ മേൽ ജയം നേടിയതിനാണ് സാത്താൻ ആഹ്ലാദിക്കുന്നത്. തങ്ങളെ ക്ഷണിച്ച ധാരാളതയെ അനുഗമിക്കാതെ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ താല്പര്യം കാണിച്ച ഭ്രാന്തന്മാരുടെ നിരാശ നിറഞ്ഞ നിലയ്ക്കാത്ത കരച്ചിലിൻ്റെ ശബ്ദം അവിടെ കേൾക്കപ്പെടും. ഇനി നമുക്ക് എഴുന്നേൽക്കാം, പോയി വിശ്രമിക്കാം. ബെഥനിയിലെ പൗരന്മാരായ നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുകയും എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരികയും ചെയ്യുന്നു. പ്രത്യേകമായി എൻ്റെ സ്നേഹിതൻ ലാസറസിനെയും മാർത്ത, നിന്നെയും ഞാൻ അനുഗ്രഹിക്കുന്നു. എൻ്റെ പഴയവരും പുതിയവരുമായ ശിഷ്യരെ ഞാൻ അനുഗ്രഹിക്കുന്നു. രാജാവിൻ്റെ വിവാഹവിരുന്നിനെ ആളുകളെ ക്ഷണിക്കാൻ ഇവരെ ലോകത്തിലേക്ക് ഞാൻ അയക്കും. എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതിന് എല്ലാവരും മുട്ടുകുത്തുക. പത്രോസേ, ഞാൻ പഠിപ്പിച്ച പ്രാർത്ഥന ഇവിടെ എൻ്റെ അടുത്ത് വന്നു നിന്ന് ചൊല്ലുക. കാരണം ഈ ജോലിക്കായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നവർ അങ്ങനെയാണ് അത് ചെല്ലേണ്ടത്. എല്ലാവരും വൈക്കോൽമേൽ മുട്ടുകുത്തി. ഈശോയും പത്രോസും മാത്രം നിൽക്കുന്നു. നല്ല ഉയരമുള്ള ഈശോ ലിനൻ കൊണ്ടുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. എത്ര സുന്ദരനായിരിക്കുന്നു! പത്രോസിൻ്റെ വസ്ത്രം കടും തവിട്ടു നിറത്തിലുള്ളതാണ്. വികാരതരളത്തിനായി വിറയാർന്ന പോലെയുള്ള ശബ്ദത്തിൽ വളരെ സാവധാനത്തിൽ തെറ്റുവരാതെ ശ്രദ്ധിച്ച് പത്രോസ് പ്രാർത്ഥിക്കുന്നു: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പുരുഷന്മാരും സ്ത്രീകളും തേങ്ങിക്കരയുന്നത് കേൾക്കാം. മാർജിയാം മേരിയുടെ മുമ്പിൽ മുട്ടിമേൽ നിൽക്കുന്നു. മേരി അവൻ്റെ കരങ്ങൾ ചേർത്ത് കൂപ്പി പിടിച്ചിരിക്കുകയാണ്. ഒരു ദൈവദൂതൻ്റേത് പോലുള്ള ഒരു പുഞ്ചിരിയോടെ അവൻ ഈശോയെ നോക്കിക്കൊണ്ട് താണസ്വരത്തിൽ പറയുന്നു: നോക്കിക്കേ അമ്മേ, അവൻ എത്ര സുന്ദരനായിരിക്കുന്നു! ഞാൻ സ്വർഗത്തിലാണെന്നാ തോന്നുന്നത്. എൻ്റെ അമ്മ ഇതെല്ലാം കണ്ടുകൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ടായിരിക്കുമോ? മേരിയും താണസ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവനെ ചുംബിക്കുന്നു. ഉണ്ട് മകനെ, അവൾ ഇവിടെയുണ്ട്. അവൾ ഈ പ്രാർത്ഥന പഠിക്കുകയാണ്. അപ്പോൾ ഞാനും അത് പഠിക്കുമോ? നീ ഉറങ്ങുമ്പോൾ അവൾ ആ പ്രാർത്ഥന നിന്റെ ചെവിയിൽ രഹസ്യമായി പറഞ്ഞു തരും. പിന്നെ പകൽ സമയത്ത് ഞാനത് ആവർത്തിച്ച് പറഞ്ഞു തരും. ബാലൻ അവൻ്റെ കറുത്ത മുടിയുള്ള തല പുറകോട്ട് തിരിച്ച് മേരിയുടെ നെഞ്ചിൽ വെച്ച് നിൽക്കുകയാണ്. ഈശോ മോശയുടെ പ്രമാണമനുസരിച്ചുള്ള വളരെ ആഘോഷമായ ആശീർവാദം നൽകുന്നു. അനന്തരം എല്ലാവരും എഴുന്നേറ്റ് അവരവരുടെ വസതികളിലേക്ക് പോകുന്നു. അല്പസമയം കൂടി ഈശോയുടെ അടുത്തിരിക്കാൻ ലാസറസ് ഈശോയെ അനുഗമിച്ച് സൈമൻ്റെ വീട്ടിലേക്ക് കയറുന്നു. മറ്റുള്ളവരും വന്നു. കറിയോത്തുകാരൻ മാത്രം അല്പം ഇരുണ്ട ഒരു മൂലയ്ക്ക് ഇടിവ് പറ്റിയതുപോലെ ഇരിക്കുകയാണ്. മറ്റുള്ളവരോടൊപ്പം ഈശോയുടെ അടുത്തേക്ക് പോകാൻ അവൻ ധൈര്യപ്പെടുന്നില്ല.
ലാസറസ് ഈശോയെ അനുമോദിച്ച് സംസാരിക്കുന്നു.